നാട്ടാരെ രക്ഷിക്കണേ. ഇന്ന് നമ്മുടെ അമ്മൂൻ്റെ ഗ്രൂമിങ് ഡേ ആണ് കേട്ടോ. ഇതാ ഈ ചേട്ടന്മാരാണ് നമ്മുടെ അമ്മൂനെ ഗ്രൂമിങ് ചെയ്യുന്നത്. ഇവർ എറണാകുളത്തു നിന്നാണ് അവർ ഇങ്ങോട്ട് വന്നത് കേട്ടോ. അമ്മൂനെ ഗ്രൂം ചെയ്യാൻ വേണ്ടി മാത്രം വന്നതല്ല, വരുന്ന വഴിക്ക് വേറെ വർക്കുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചേട്ടന്മാർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ അമ്മ ഓടിയത്. ഞാൻ അച്ഛനും കൂടിയിട്ട് അമ്മൂനെ പിടിച്ചുകൊടുന്ന് മേശമേലിട്ട് ഇരുത്തിയിട്ടുണ്ട്. മേശമ കയറി ഇരുന്ന വശം തന്നെ അവൾ വീണ്ടും നിലത്തേക്ക് ചാടിട്ടോ. ഇത്ര ഉയരത്തുനിന്നൊന്നും അവൾ ചാടാത്താണ്. പക്ഷെ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ നഖം വെട്ടാനും മുടി വെട്ടാനും ഒന്നും ഒട്ടും ഇഷ്ടമില്ല. നമ്മൾ കുറേ ശ്രമിച്ചിട്ടുണ്ട് ഇവളെ നഖമൊന്ന് വെട്ടാനായിട്ട്. ഞാൻ നഖം വെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ചേച്ചി ഒരു ചിന്ത അവൾക്കില്ല. കടിച്ച് പറിച്ചെടുക്കും അവൾ കേട്ടോ. അച്ഛനായാലും അമ്മയ്ക്കായാലും എല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ നമ്മുടെ അമ്മൂനെ പേടിയാണ്. അമ്മൂനെ നഖം വെട്ടണത് ഒട്ടും ഇഷ്ടമില്ല. അപ്പം ഞാൻ അവരോട് ഈ കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത്, പണ്ട് എപ്പോഴെങ്കിലും നമ്മൾ വെട്ടുന്ന സമയത്ത് അവൾക്ക് വേദന എടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അവൾക്ക് ഇത്ര ദേഷ്യം കേട്ടോ. മുമ്പൊക്കെ ഞാൻ തൃശ്ശൂർ കൊണ്ടുപോയിട്ടാണ് ഇവളെ കുളിപ്പിക്കുക വെച്ച് നമ്മൾ കുളിപ്പിക്കാറുണ്ട്, എല്ലാ ഞായറാഴ്ചയും കുളിപ്പിക്കാറുണ്ട്. പക്ഷെ മെഡിക്കൽ ബാത്തൊക്കെ ചെയ്യിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ അമ്മൂനെ നഖം വെട്ടിക്കൊടുക്കും, മുടിയൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കും, ചെവിയൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കും, അതൊക്കെ ചെയ്യിക്കാറുള്ളത്. പക്ഷേ പിന്നെ അവിടെ ചെന്നിട്ട് അമ്മു ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്ന് തടിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. പേടിയാണ് അവൾക്ക്. അവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അമ്മൂൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയയാണ് ഇവരെന്നെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചുറ്റും നിൽക്കാമല്ലോ. അച്ഛൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുട്ടി ഇങ്ങനെ നിൽക്കണമെന്ന് വിഷമിക്കുന്നൊന്നും കാണാൻ ഞാൻ വരില്ല എന്ന് കേട്ടോ. പക്ഷേ അമ്മൂൻ്റെ സങ്കടം കണ്ടപ്പോൾ അച്ഛൻ അവിടെ നിന്ന് വന്നത് കണ്ട കണ്ണീര് തുടച്ചു കൊടുക്കുകയാണ്. എൻ്റെ മോള് കരയുണ്ടടി പറഞ്ഞിട്ട് തലയൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവരുടെ വർക്ക് കഴിയുന്നവരെ അച്ഛൻ അമ്മൂൻ്റെ അടുത്തുനിന്ന് മാറിയിട്ടേ ഇല്ല കേട്ടോ. ഇവർ ആ മുടിയൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി, അതുപോലെ തന്നെ നഖമൊക്കെ പെട്ടെന്ന് വെട്ടിയിട്ടോ. അവർക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. അവർ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ അവളെ ബുദ്ധിമുട്ടിക്കാണ്ട് വർക്കൊക്കെ ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ വർക്ക്. നമ്മളിങ്ങനെ ചുറ്റും ഇങ്ങനെ നിൽക്കുന്ന തന്നെ ഉണ്ട് കേട്ടോ. മാറിയില്ല. മാറുമ്പോൾ അവളുടെ മുഖം അങ്ങനെ നമ്മുടെ അടുത്തേക്ക് പോവുകയാണേ. കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വെള്ളം വീഴുന്നുണ്ടായിരുന്നു. നമുക്കും സങ്കടം വരും. പക്ഷേ നഖമൊക്കെ വളർന്ന് നിങ്ങൾ മുന്നത്തെ അമ്മൂൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നഖമൊക്കെ വളർന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പല തവണ ശ്രമിച്ചു നോക്കി, നമ്മളെക്കൊണ്ട് സാധിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇവരെ വിളിച്ച് വരുത്തിയിട്ടോ. ഇവർ നന്നായിട്ട് തന്നെ അമ്മൂൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ഏൽപ്പിച്ചാൽ മതി കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി, ഞാൻ നമ്പർ അയച്ചു തരാം കേട്ടോ. നല്ല വർക്കാണ്. അമ്മ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് മുഖത്തിൻ്റെ ആ ഭാഗത്തുള്ള ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ആ മുഖത്തുള്ള ആ മാസ്ക് അങ്ങോട്ട് മാറ്റി. ആ ചേട്ടന് ഒരു കടി ഇപ്പം കിട്ടേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് ചേട്ടൻ കൈവലിച്ചു കേട്ടോ. നിങ്ങൾ നോക്കിയാലറിയാം ഈ വീഡിയോയിൽ ആ ഒരു ഭാഗം വരുന്നുണ്ട്. ആ ചേട്ടന് ഭാഗ്യമുള്ളതുകൊണ്ടാണ് കടി കിട്ടാഞ്ഞത്. പിന്നെ അവരത്ര എക്സ്പീരിയൻസ്ഡ് അല്ലേ. നമ്മുടെ അമ്മ അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലേങ്കാട്ട് നീലിയാണ്. അവിടെ ചേട്ടനാണെന്നോ അച്ഛനാണെന്നോ അമ്മയാണെന്നോ എന്നൊരു നോട്ടമില്ല കേട്ടോ. അവൾക്ക് വേദനിച്ച് കഴിഞ്ഞാൽ അവൾ കടിക്കും. അങ്ങനത്തെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഞങ്ങളുടെ രാജാവ്. നല്ല രസമുണ്ട് അല്ലേ. നല്ല രസമായിട്ട് ആ വാലൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, കാണാൻ നല്ല ചന്തമുണ്ട് കേട്ടോ. അങ്ങനെ ആ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് അമ്മൻകുട്ടിയുടെ കുറച്ച് നേരം അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ ഉറങ്ങാനായിട്ട്. ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.